ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 42. ഗതൈർമാണിക്യത്വം ഗഗനമണിഭിഃ സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീർത്തയതി യഃ സനീഡേയച്ഛായാച്ചുരണശബളം ചന്ദ്രശകലം ധനുഃശൗനാസീരം കിമിതി ന നിബധ്നാതി ധിഷണാം. ശ്ലോകം 42 മുതൽ ദേവിയുടെ കേശാദിപാത വർണ്ണനയാണ് ശ്രീ ശങ്കരാചാര്യസ്വാമികൾ നിർവഹിച്ചിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ അമ്മയുടെ സുവർണമയമായ കാന്തി നിറഞ്ഞ മണിമയ ശോഭയാർന്ന കിരീടത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. അല്ലയോ ഹിമവൽപുത്രിയായ പാർവതി, നിന്തിരുവടിയെ ഉപാസിക്കണമെന്നുള്ള ആഗ്രഹം നിമിത്തം ആകാശമണികളായ 12 സൂര്യന്മാർ എപ്പോഴും അമ്മയോടൊത്തിരിക്കുവാൻ വേണ്ടി നിന്തിരുവടിയുടെ സുവർണ കിരീടത്തിലെ രത്നങ്ങളായി മാറിയിരിക്കുന്നു. നിന്തിരുവടിയുടെ ശിരസിലെ ചന്ദ്രക്കല വിചിത്രവർണ്ണമായി മാറിയിരിക്കുന്നത് ഈ കിരീടത്തിലെ നാനാവർണ്ണ രത്നങ്ങളുടെ കാന്തി ഒത്തുചേർന്നാണ് എന്ന് പറയുന്നു. ഇങ്ങനെ നാനാരത്നശോഭകളേറ്റ് വിചിത്രമായി തീർന്ന ചന്ദ്രക്കല ഇന്ദ്രധനുസാണോ എന്ന് സന്ദേഹിക്കുന്നു. അത്രയേറെ കാന്തി നിറഞ്ഞതാണ് നിന്തിരുവടിയുടെ കിരീടവും അതിന് അലങ്കാരമായി തീർന്ന ബഹുവിധ കാന്തിയാർന്ന ചന്ദ്രക്കലയും. ലോകനാഥയായ നിന്തിരുവടിയുടെ ശിരസിൽ പരിശോഭിക്കുന്ന ആ കിരീടം അത്രയേറെ മഹാത്മ്യമേറിയതാണ്, അത്രയേറെ കാന്തിയേറിയതാണ്. ഗതൈർമാണിക്യത്വം ഗഗനമണിഭിഃ സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീർത്തയതി യഃ സനീഡേയച്ഛായാച്ചുരണശബളം ചന്ദ്രശകലം ധനുഃശൗനാസീരം കിമിതി ന നിബധ്നാതി ധിഷണാം. ശ്ലോകം 43. ധുനോദുധ്വാന്തം നഃ തുലിതദളിതേന്ദീവരവനം ഘനസ്നിഗ്ധശ്ലക്ഷ്ണം ചികുരനികുരുംബം തവ ശിവേ യദീയം സൗരഭ്യം സഹജമുപലബ്ധും സുമനസോ വസന്ത്യസ്മിൻ മന്യേ വലമഥനവാടീ വിടപിനാം. നിന്തിരുവടിയുടെ കരിങ്കൂവളപ്പൂക്കൾ തിങ്ങി നിറഞ്ഞതുപോലെ നിബിഡമായ തലമുടിക്കൂട്ടത്തെക്കുറിച്ച് ഈ ശ്ലോകത്തിൽ പറയുന്നു. അല്ലയോ പരമശിവപത്നി, വിടർന്നുല്ലസിക്കുന്ന കരിങ്കൂവളപ്പൂക്കൂട്ടത്തോടെ തുല്യമായി തിങ്ങി നിറഞ്ഞ മൃദുലവും മനോഹരവും മിനുമിനുപ്പുള്ളതും ഏറെ അഴകാർന്നതുമായ നിൻതിരുവടിയുടെ തലമുടിക്കൂട്ടം ഞങ്ങളുടെ അജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കട്ടെ. നിന്തിരുവടിയുടെ തിരുമുടിയിൽ നിന്നുള്ള സൗരഭ്യം ലോകോത്തര സൗരഭ്യം നിറഞ്ഞ പൂക്കളുടെ സൗരഭ്യത്തെയും നാണിപ്പിക്കുന്നു എന്നു പറയുന്നു. തങ്ങൾക്ക് സൗരഭ്യം പോരായെന്ന് തോന്നിയതുകൊണ്ടാണോ എന്നറിയില്ല, നിൻതിരുവടിയുടെ മുടിക്കൂട്ടത്തിലെ സൗരഭ്യം പ്രാപിക്കുന്നതിനായി ദേവേന്ദ്രൻ്റെ ഉദ്യാനത്തിലെ കൽപ്പകവൃക്ഷങ്ങളിലെ പൂക്കളും പാരിജാത പുഷ്പങ്ങളും നിൻതിരുവടിയുടെ മുടിയിൽ വസിക്കുന്നു എന്ന് താൽപ്പര്യം. ഏറ്റവും സൗരഭ്യമേറിയ പൂക്കളെക്കാളും
സുഗന്ധം നിറഞ്ഞതാണ് അമ്മയുടെ തിരുമുടിയെന്ന് സാരം. അത്രയേറെ അഴകും സൗരഭ്യവും എല്ലാം ഒത്തിണങ്ങിയതാണ് നിന്തിരുവടിയുടെ തിരുമുടിക്കൂട്ട്. ഏറ്റവും അഴകാർന്നതും കരിങ്കൂവളപ്പൂക്കളെ തോൽപ്പിക്കുന്നതിനേക്കാൾ ഭംഗിയും മിനുമിനുപ്പും അഴകുമെല്ലാം ഒത്തുചേർന്നതും ലോകത്തിലെ ഏറ്റവും സൗരഭ്യം നിറഞ്ഞ പൂക്കളേക്കാൾ സൗരഭ്യമേറിയതും അത്രയേറെ മനോഹരവുമാണ് നിന്തിരുവടിയുടെ തിരുമുടി. ധുനോദുധ്വാന്തം നഃ തുലിതദളിതേന്ദീവരവനം ഘനസ്നിഗ്ധശ്ലക്ഷ്ണം ചികുരനികുരുംബം തവ ശിവേ. യദീയം സൗരഭ്യം സഹജമുപലബ്ധും സുമനസോ വസന്ത്യസ്മിൻ മന്യേ വലമഥനവാടീ വിടപിനാം. ശ്ലോകം 44. തനോദുക്ഷേമം നഃ തവ വദന സൗന്ദര്യലഹരീ പരീവാഹസ്രോതസ്സരണിരിവ സീമന്തസരണിഃ വഹന്തി സിന്ദൂരം പ്രബലകബരീഭാരതിമിരദ്വിഷാം വൃന്ദൈർബന്ധീകൃതമിവ നവീനാർക്കകിരണം. ശ്രീദേവിയുടെ ശിരസിലെ സിന്ദൂര തേജസ്സിനെ, അതായത് സീമന്തരേഖയിൽ അണിഞ്ഞിരിക്കുന്ന സിന്ദൂരത്തെയും സീമന്തരേഖയെയും ഇവിടെ വർണ്ണിക്കുന്നു. അല്ലയോ മഹാദേവി, അങ്ങയുടെ അതിശയിപ്പിക്കുന്ന മുഖസൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന മാർഗമായി തോന്നിപ്പിക്കുന്നതും അതേപോലെ നിബിഡമായ കേശപാശമാകുന്ന അന്ധകാര ശത്രു സമൂഹത്താൽ ബന്ധനത്തിലാക്കപ്പെട്ട ബാലസൂര്യൻ്റെ കാന്തി പോലെ നിറമാർന്നതുമായ നിന്തിരുവടിയുടെ സിന്ദൂര രജസിനെ കൈക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ സീമന്തരേഖ ഞങ്ങൾക്ക് ക്ഷേമത്തെ ചെയ്യട്ടെ. ശ്രീദേവിയുടെ സീമന്തരേഖ അമ്മയുടെ മുഖസൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന മാർഗരൂപമായും അതിലണിഞ്ഞ സിന്ദൂരം കേശപാശമാകുന്ന തമസിൻ്റെ രൂപം പൂണ്ട ശത്രുവിനാൽ ബന്ധിക്കപ്പെട്ട ബാലാദിത്യ കാന്തി രൂപമായും വർണ്ണിക്കുന്നു. തനോദുക്ഷേമം നഃ തവ വദന സൗന്ദര്യലഹരീ പരീവാഹസ്രോതസ്സരണിരിവ സീമന്തസരണിഃ വഹന്തി സിന്ദൂരം പ്രബലകബരീഭാരതിമിരദ്വിഷാം വൃന്ദൈർബന്ധീകൃതമിവ നവീനാർക്കകിരണം. ശ്ലോകം 45. അരാളൈസ്വാഭാവ്യാദ് അളികളഭസശ്രീഭിരളകൈഃ പരീതം തേ വക്ത്രം പരിഹസതി പങ്കേരുഹരുചിം ദരസ്മേരേയസ്മിൻ ദശനരുചികിഞ്ചൽക്കരുചിരേ സുഗന്ധൗമാദ്യന്തി സ്മരദഹന ചക്ഷുർമധുലിഹ. നിന്തിരുവടിയുടെ മുഖപത്മത്തെ വർണ്ണിക്കുകയാണ് ഇവിടെ. മഹാതിശയം തന്നെയാണ് അമ്മയുടെ മുഖലാവണ്യം. അല്ലയോ മഹാദേവി, കറുത്തിത്തിരി ചുരുണ്ട മനോഹരമായ കുറുനിരകൾ വണ്ടിൻകൂട്ടത്തെ പോലെ കാന്തിയേറിയതാകുന്നു. ആ കുറുനിരകളാൽ ചുറ്റപ്പെട്ട അമ്മയുടെ മുഖം താമരപ്പൂവിൻ്റെ കാന്തിയെ പരിഹസിക്കുന്നുവോ എന്ന് തോന്നും. കാരണം അല്പം വിടർന്ന മന്ദഹാസത്തോടെയുള്ള ആ മുഖം വിടർന്നു വരുന്ന താമരപ്പൂവിനെ നാണിപ്പിക്കുന്നു. ആ ദന്തനിരകൾ കാന്തിയേറിയ കേസരങ്ങൾ പോലെ പരിശോഭിക്കുന്നു. അങ്ങനെ മനോഹരമായിരിക്കുന്ന നിന്തിരുവടിയുടെ മുഖാരവിന്ദത്തിൽ കാമനെ നിഗ്രഹിച്ച കണ്ണുകൾ, അതായത് നിന്തിരുവടിയുടെ പതിയായ കാമാന്തകനായ ശ്രീ പരമശിവൻ്റെ നേത്രങ്ങളാകുന്ന വണ്ടുകൾ മതിച്ച് പരമാനന്ദത്തെ പ്രാപിക്കുന്നു.
അതായത് സദാ ഭഗവാന്റെ നേത്രങ്ങൾ അമ്മയുടെ മുഖത്ത് തന്നെയാണ് എന്നാണ് പറയുന്നത്. ആ സൗന്ദര്യത്തിൽ അദ്ദേഹം മയങ്ങി എപ്പോഴും അമ്മയുടെ മുഖ സൗന്ദര്യത്തിൽ ലയിച്ച് ഇരിക്കുകയാണ്. ഇവിടെ ദേവീ മുഖത്തെ താമരപ്പൂവിനോടും കുറുനിരകളെ അളിപോദങ്ങളോടും പുഞ്ചിരിയെ താമരപ്പൂമൊട്ടിൻ്റെ വികാസത്തോടും ദന്തകാന്തിയെ കേസരങ്ങളോടും മുഖസുഗന്ധത്തെ താമരപ്പൂവിൻ്റെ സുഗന്ധത്തോടും മഹാദേവനേത്രങ്ങളെ വണ്ടുകളോടും ഉപമിച്ചിരിക്കുന്നു. ഇങ്ങനെ അതിശയകരമായിരിക്കുന്ന നിൻ തിരുവടിയുടെ മുഖലാവണ്യം അനിർവചനീയമായും ഭവിക്കുന്നു. അരാളൈ സ്വാഭാവ്യാദ് അളികളഭസശ്രീഭിരളകൈഃ പരീതം തേ വക്ത്രം പരിഹസതി പങ്കേരുഹരുചിം ദരസ്മേരേ യസ്മിൻ ദശനരുചികിഞ്ചൽക്കരുചിരേ സുഗന്ധൗ മാദ്യന്തി സ്മരദഹനചക്ഷുർമധുലിഹ. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.